നമസ്കാരം. ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് കഞ്ഞിവെള്ളം കൊണ്ടൊരു ഹലുവ. ആദ്യം കഞ്ഞിവെള്ളം സ്റ്റവിൽ വെച്ച് ചൂടാക്കുക. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തെളിയൂറ്റിക്കളഞ്ഞ തണുത്ത കഞ്ഞിവെള്ളമാണ്. അപ്പം അത് ശരിക്ക് മിക്സാക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കണം. പിന്നെ ഒരു ബീട്രൂട്ട് ആഡ് ചെയ്യുന്നുണ്ട്, നല്ല കളറും ടേസ്റ്റിനും വേണ്ടിയിട്ട്. അത് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് തിളച്ച് വരുമ്പോൾ അതിൽ ആഡ് ചെയ്യാം. അതേസമയം നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കി തിളച്ച് വരുന്ന കഞ്ഞിവെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തണുത്ത് ഊറിയ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് അതിൽ ചെറിയ കട്ട പോലെ ഉണ്ടാവും. അപ്പം അത് ശരിക്ക് ഇളക്കി മിക്സാക്കി ജോയിൻ്റ് ആക്കി എടുക്കണം. അങ്ങനെ ശരിക്കും ജോയിൻ്റായി വന്നിട്ടുണ്ട്. ഈ ജോയിൻ്റായി വന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു കളറും നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കിട്ടാൻ ഇത് വളരെ നല്ലതാണ്. ഇപ്പം ഏകദേശം നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നല്ല തിളച്ച് ബീട്രൂട്ടൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ട് വെന്ത് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ കഷ്ണങ്ങളൊക്കെ ഒരു അരിപ്പ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അരിച്ചെടുക്കണം. ബീട്രൂട്ടൊക്കെ കോരിയെടുത്ത് ഇപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഏകദേശം ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. അതേ സമയത്ത് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കാഷ്യൂനട്ടും കിസ്മിസും മാത്രമാണ് ആഡ് ചെയ്യണത്. പിന്നെ കുറച്ച് അത്തിപ്പഴം, അഞ്ചീർ. ഇപ്പോൾ ഏകദേശം എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറുകി ടൈറ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണേ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രുചി വ്യത്യാസം വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കി ടൈറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഏകദേശം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്യാം. ഞാനിവിടെ നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓയിലോ മറ്റുള്ള എണ്ണകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സൈത്തൂൺ ഓയിലോ ഇതിലൊക്കെ ഒലിവിലൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റുമാണ്. ഓക്കെ. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്നുണ്ട്. ഏകദേശം ഈ റേഞ്ച് ആകുമ്പോൾ നമുക്ക് ഇതിനെടുത്തിട്ട് വേറെ ഒരു മോൾഡിലേക്ക് മാറ്റാം. ഓക്കെ. ഇപ്പോൾ ഞാനിത് മോൾഡ് ആയിട്ട് എടുത്തിട്ടുള്ളത് ചായപാത്രമാണ്. അതിൽ കുറച്ച് നെയ്യ് പരട്ടിയിട്ട് അതിലോട്ടിത് മാറ്റി വെക്കാം. ചൂടാറുന്നതിൻ്റെ മുന്നേ മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനത് എടുത്ത് നോക്കി. ശരിക്കും ചൂടാറണം. ഓക്കെ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം വളരെ സോഫ്റ്റാണ്, കാരണം ശരിക്കും ചൂടാറിയിട്ടില്ല. ഇതൊന്നുകൂടെ തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഹാർഡാവും, കുറച്ച് ബലം കൂടെ വരും. ഇപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ശരിക്കും നല്ല ഒറിജിനൽ ഹലുവേൻ്റെ അതേ ടെമ്പറായിട്ടുണ്ട്. അത് എത്ര ദിവസം വേണമെങ്കിലും എടുത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, അങ്ങനെ കംപ്ലൈൻ്റ് ആയി പോകുന്നില്ല.
കാരണം ഒരുപാട് നാളൊന്നും പറ്റില്ല, ഒരു 4-5 ദിവസമൊക്കെ എടുത്ത് വെക്കാം. ഓക്കെ, ഇത് വിദേശത്തുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.